ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും തലയെടുപ്പുള്ള നേതാക്കൾ ഒരാൾക്ക് നൽകുന്നത് ആ ഒരു ആദരവാണ് ഇന്ത്യൻ രാഷ്ട്രീയം അദ്ദേഹത്തിന് നൽകുന്നത്. അവിടെ CPM എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ ഉള്ള ഭേദമില്ല. കാരണം VS അത്രയധികം ആഘോഷിക്കപ്പെട്ട നേതാവാണ്, VS അത്രയധികം ബഹുമാനിക്കപ്പെട്ട നേതാവാണ്. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും മുതൽ ഒരു സാധാരണ നാട്ടുകാരൻ വരെ VSനെ ഇങ്ങനെ യാത്രയാക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ വലിപ്പം തന്നെയാണ്. അദ്ദേഹത്തിന്റെ അമൂല്യമായ രാഷ്ട്രീയ ജീവിതത്തിൽ നൽകുന്ന ഏറ്റവും അനുയോജ്യമായ യാത്രയപ്പ് തന്നെയാണ് VSന് ഇപ്പോൾ ലഭിക്കുന്നത്. അപർണ, ഇതിനപ്പുറം ഒരു ജനം ഓരോ മിനിറ്റിലും മുദ്രാവാക്യം ഉയർത്തി വിളിച്ചുകൊണ്ട് VSന് ആവേശകരമായിട്ടുള്ള ഒരു ഇടപാട് നൽകിക്കൊണ്ടിരിക്കുക. പണ്ടും 16 വയസ്സിൽ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ തീപ്പൊരിയാണ്, തീ പടർത്താൻ കഴിയും എന്ന് പറഞ്ഞ് VSനെ ഇതിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ P. കൃഷ്ണപിള്ളയാണ്. ആ VSന്റെ പോരാട്ട വീര്യം കണ്ടുകൊണ്ടാണ് ഒരിക്കൽ പോലും പാർട്ടിക്ക് കടന്നു ചെല്ലാൻ മടിയുണ്ടായിരുന്ന TG സജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. സജിത്ത്, VS എത്രയോ തവണ സഞ്ചരിച്ച വഴികൾ, VSന്റെ ആവേശമുയർത്തുന്ന പ്രസംഗങ്ങൾ കേട്ട് കൈയടിച്ച വീഥികൾ, അണികൾ, ആ സ്ഥലങ്ങളിലൂടെ അവസാന യാത്രയായി VS മടങ്ങിപ്പോകുന്ന ആ കാഴ്ച വൈകാരികപരമാണ്. പക്ഷേ VS ഉയർത്തിവിട്ട പോരാട്ട വീര്യത്തിൻ്റെ അതേ നിഴൽ തന്നെയാണ് അവിടെ ഉള്ളത്. അതൊരു വിലാപയാത്ര എന്നുള്ളൊരു വാക്കല്ല, അതൊരു വിടവാങ്ങലാണ്. അതിൽ ആവേശമുണ്ട്, ആ വിപ്ലവ വീര്യമുണ്ട്. അങ്ങനെ ആവേശോജ്വലമായിട്ട് പറഞ്ഞുകൊണ്ടാണ്, കണ്ണുനീർ വാർത്തുകൊണ്ടല്ല VSനെ യാത്ര അയക്കുന്നത് ഈ അണികളെല്ലാം എന്നുള്ളത് കൂടിയാണ് എടുത്തു പറയുന്നത്. ഒരുപക്ഷെ ഒരു വിലാപയാത്രയ്ക്കും പറയാൻ കഴിയാത്ത ആ ഒരു കാര്യം കൂടെ VSന്റെ അന്ത്യയാത്രയ്ക്കുണ്ട് എന്നതുകൂടിയാണ്. അത് VS എല്ലാ കാലത്തും കൊണ്ടു നടന്നിട്ടുള്ള എല്ലാ തിരിച്ചടികളിൽ നിന്നും ഉയർന്നു വരുന്ന ആ ഒരു പോരാട്ട വീര്യമുണ്ടല്ലോ, അത് VSന്റെ ഈ അവസാന യാത്രയിലും എടുത്തു കാണുന്നു. ജനങ്ങൾ അത് തന്നെ പ്രതിഫലിപ്പിക്കുന്നു, അല്ലേ? തീർച്ചയായും അപർണ സൂചിപ്പിച്ചത് തന്നെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു രാഷ്ട്രീയ നേതാവിന്റെ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ വേളയിൽ ആവേശോജ്ജനമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സമര കാലഘട്ടങ്ങളെ ഓർത്തെടുത്തുകൊണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കം തടിച്ചു നിന്നുകൊണ്ട് അദ്ദേഹത്തിന് വിട ചൊല്ലുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ ഒരുപക്ഷെ അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ നിന്നും അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ആരംഭിച്ചിട്ട് ഒരു രണ്ടാമത്തെ പോയിന്റാണിത്. അതായത് പട്ടത്ത് PSC ഓഫീസിന് സമീപത്തുള്ള പട്ടത്തെ ഇടത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു ആൾക്കൂട്ടമാണ് കാണുന്നത്. ഈ ആൾക്കൂട്ടത്തിന്റെയൊക്കെ ഒരു പ്രത്യേകത, ഇവിടെ സ്ത്രീകളും അമ്മമാരും കൊച്ചുകുട്ടികളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ സംഘമാണ് കാത്തു നിൽക്കുന്ന VSന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എന്നതാണ് പ്രത്യേകത. VSനെ അത്ര ഇഷ്ടമാണോ? അതെ, നമ്മുടെ വികാരമാണ്. നമ്മുടെ പറയാൻ വാക്കുകളില്ല, മുദ്രാവാക്യത്തിൽ തന്നെ ഉണ്ട്. നമ്മുടെ മനസ്സിലെ നമ്മുടെ റോസാപ്പൂവാണ്, നമ്മുടെ നെഞ്ചിലെ റോസാപ്പൂവാണ്. നമ്മൾ ആ മുദ്രാവാക്യങ്ങളിൽ തന്നെ സഖാവിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങള് കരുത്തുറ്റ നേതാവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഒരുപാട് പ്രക്ഷോഭങ്ങളിലൂടെയും സമര പോരാട്ടങ്ങളിലൂടെയാണ് അദ്ദേഹം നമ്മുടെ ഇന്ന് കാണുന്ന കേരളത്തെ സൃഷ്ടിച്ചത്. അതിൽ വലിയ പങ്കുണ്ട്. VSനെ പോലെ ഒരു നേതാവ് ഇനി ഉണ്ടാകുമോ? അങ്ങനെ നിങ്ങളൊക്കെ കരുതുന്നത്? എന്ത് പറയാൻ, ഒരു ജനപ്രിയ നേതാവിനെയാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അത് മാത്രമേ ഇപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളൂ. സിറ്റി തന്നെയുള്ളവരാണോ? മെഡിക്കൽ കോളേജ് മഹിളാ ലോക്കൽ കമ്മിറ്റി. ഇവിടെ പോയിരുന്നു, സെക്രട്ടേറിയറ്റ് കാണാൻ പോയിരുന്നു. വഴികളിലൊക്കെ ഇങ്ങനെ ആൾക്കൂട്ടം ഉണ്ടോ? അതാണ് വലിയ തിരക്കേറിയ ഇടത്ത് സ്ത്രീകളും കുട്ടികളും ഒക്കെ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയാണ്. അവര് VS അവർക്ക് മുന്നിൽ അവരുടെ കരുത്തുറ്റ നേതാവാണ്. VS എന്നത് അവരുടെ ഒരു പ്രതീക്ഷയാണ്. നമുക്കറിയാം VS